വകാനൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, ലോ അന്ന അമല ബിനി ആദമ കുല്ല, മനുഷ്യന്റെ സർവ്വ അമലുകളും ആണെങ്കിൽ, കാന ഹസനൻ, അത് നല്ലതാണ് എങ്കിൽ, ലകാന യുഹ്ലികു നഫ്സഹു മിനൽ ഉജ്ബ്, ഉൾനടിനത്താൽ അവന്റെ സ്വന്തം ശരീരത്തെ അവൻ തന്നെ നശിപ്പിക്കുമായിരുന്നു. അപ്പൊ മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും എന്താവില്ല, നന്മയാവില്ല. ഫുള്ള് നന്മയായിരുന്നു, തിന്മയൊന്നുമില്ല എന്ന് വെക്കുന്ന മനുഷ്യന് ഒഴിവ് വരും. ഉൾനടിനം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ നശിക്കും എന്നാ പറയുന്നത്. അപ്പോ നന്മകളും ഉണ്ടാവും, തിന്മകളും ഉണ്ടാകും. നന്മ ഉള്ളത് കൊണ്ട് ഒഴിവ് വരരുത് എന്നർത്ഥം. എങ്കിലും എങ്കിലും അല്ലാഹു തആല അവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നല്ല അമലൊക്കെ ഉള്ള ഫുള്ളും നല്ല തന്നെയാണ്. എന്നിരുന്നാലും അള്ളാഹു ഒരു പരീക്ഷണം അവനെ നടത്തും. എങ്ങനെ? ബിസുഹൂദിൻ നഖ്സി ഫീഹി റഹ്മതൻ ബിഹി, അവൻ ചെയ്ത ആ കർമ്മത്തിൽ ഒരു ന്യൂനത, ഒരു ചുരുക്കം കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കും. അതെന്തിനാണ്? അവനെ കൊണ്ട് അള്ളാഹു തആല കരുണയുള്ളവനായതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹിന്റെ ഭാഗത്ത് ഒരു കരുണ കിട്ടും. ആ കരുണ വരണമെങ്കിൽ ഇവന് ന്യൂനത കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവന്റെ ഉള്ളുന്ന എന്താവുള്ളൂ, ഉൾനടിനം പോവുകയുള്ളൂ എന്നർത്ഥം. വഖദ് ഖാല റജുലുൻ മറത്തൻ ഇബ്രാഹിമിന് തീമി റഹിമഹുല്ലാഹു തആല, ഇബ്രാഹിമ തീമി എന്ന് പറയുന്ന ആളോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞറിയാം? ആ തഖൂലു യാ ഫഖീഹു ഫീ കദാ, ഇന്ന കാര്യത്തിൽ ഫഖീഹെ, പണ്ഡിതൻ, താങ്കൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഫഖാല ഇബ്രാഹിമു, അപ്പൊ ഫഖീഹായ ഇബ്രാഹിം എന്നവര് മറുപടി കൊടുത്തു, ഇന്ന സമാനൻ, നിശ്ചയമായിട്ടും ഒരു കാലഘട്ടം, സിർതു അന ഫീഹി ഫഖീഹൻ, ഞാനിപ്പോ ഈ കാലഘട്ടത്തിൽ പണ്ഡിതനാണ്. അങ്ങനെ പണ്ഡിതനായി വന്ന എന്റെ ഈ കാലഘട്ടം അതെന്താന്ന് ചോദിച്ചാൽ ലസമാനു സൂഇൻ, അതൊരു മോശമായ കാലഘട്ടമാണ്. എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ ഒരു പണ്ഡിതനായി വരുന്ന ഈ കാലം മോശമായ കാലമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ താഴ്മയും വിനയുമാണ് പറഞ്ഞത്. ഞാനൊരു പണ്ഡിതനാണ് എന്നൊരു ധാരണ മനസ്സിന്റെ അകത്ത് ഇല്ല. അപ്പോ ഉൾനടിനം ഇല്ല. വകാന ഹുദൈഫത്തുൽ മർഅസി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇല്ലം തഖഫ് അൻ യുഅദ്ദിബക അല്ലാഹു തആല അലാ അഫ്ളലി അഅമാലിക ഇൻദക, താങ്കളുടെ അടുക്കൽ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ ഏറ്റവും പുണ്യമായ അമലായിരിക്കാം. ആ പുണ്യമായിരിക്കുന്ന അമലിന്റെ മേലിൽ താങ്കളെ അല്ലാഹു തആല ശിക്ഷിക്കും എന്നൊരു പേടി നിങ്ങൾക്ക് ഇല്ലാന്ന് വെക്കുക. അങ്ങനെ വന്നാൽ അന്ത ഹാലിക്കുൻ, അപ്പൊ നിങ്ങൾ നശിക്കുന്ന ആളായി. അപ്പൊ നമ്മൾ എത്ര പുണ്യമായ അമല് ചെയ്താലും പടച്ച റബ്ബ് ശിക്ഷിക്കാൻ അധികാരമുണ്ട്. അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്നൊരു പേടി എപ്പോഴും വേണം. അങ്ങനെ വന്നാൽ അവൻ കഴിച്ചിലായി, ഇല്ല എങ്കിൽ അവൻ നശിച്ചുപോയി. അവന്റെ ഇബാദത്ത് കൊണ്ടൊന്നും നേട്ടം കിട്ടുകയില്ല. ഇവിടെയൊക്കെ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ നല്ലൊരു മനുഷ്യനെന്ന ധാരണ വരും. ആ ഒരു ധാരണ മനസ്സിനകത്തില്ലാതിരിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. ഇനി നോക്കൂ, വളരെയധികം ഇബാദത്ത് ചെയ്ത് തടിമെരിഞ്ഞ അള്ളാനെ പേടിച്ച് കരഞ്ഞ മഹദിയല്ലേ. വഖദ് കാനത്ത് റാബിഅത്തുൽ അദവിയ്യ റഹിമഹുല്ലാഹു തആല, മഹദി തഖൂലു പറയുമായിരുന്നു. എന്താ പറയണറിയോ? അക്സറു മാ അകൂനു റാദിയത്തൻ ലിൽ ഖൈരി, ഒരു നന്മയെ ഞാൻ ആഗ്രഹിക്കുന്നവളാവുക, ഒരു നന്മയെ ഞാൻ ആഗ്രഹിക്കുന്നവളാവുന്ന കാര്യത്തിൽ ഏറ്റവും അധികം എപ്പോ ഹീന തഖില്ല അഅമാലി സ്വാലിഹ, എന്റെ സൽക്കർമ്മങ്ങൾ കുറയുന്ന സമയത്താണ്. അപ്പൊ ഞാൻ ഏറ്റവും എന്താണ് നന്മയെ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? എന്റെ സൽക്കർമ്മങ്ങൾ കുറയുന്ന സമയത്താണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ ഐനി കൗനിക, മഹദി ആയതുകൊണ്ട്. കാനത്ത് മുഅ്തമിദത്തൻ അലാ ഫളില്ലാഹി തആല വഇംതിനാനിഹി, അല്ലാഹു തആല ചെയ്തിരുന്ന ഗുണങ്ങളും അള്ളാന്റെ ഔദാര്യങ്ങളുമുണ്ട്. അതിന്റെ മേലിൽ ചാരണം കൊണ്ട് ജീവിക്കുന്ന മഹദിയായിരുന്നു ആര്? റാബിഅത്തുൽ അദവിയ്യ. അതുകൊണ്ടാണ് മഹദി പറയുന്നത്, സൽക്രമങ്ങൾ കുറവാകുന്ന സമയത്ത് ഞാൻ ഖൈറിനെ ആഗ്രഹിക്കലാണ് കൂടുതലും എന്ന് പറയാൻ കാരണം. അലൽ അഅമാലി, എത്ര അമലുകൾ ചെയ്താലും ആ അമല് കാരണമായി എനിക്ക് സ്വർഗം കിട്ടും, ഞാനതുകൊണ്ട് കഴിച്ചില്ല എന്ന് അമലിന്റെ മേൽ ഇത്തിമാദോ ചാരണം കൊള്ളലോ ഒന്നും മഹദിക്കില്ല. എന്ത് ഇബാദത്ത് ചെയ്താലും എത്ര അമലുകൾ മെച്ചമായാലും അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെയും അള്ളാഹു തആലാന്റെ ഗുണം ചെയ്യലിന്റെ മേലുമാണ് മഹദി അവറുകൾ
എന്തായിരുന്നത്, മുഅ്തമിദത്തായിരുന്നത്, ചാന്നം കൊണ്ടിരുന്നത്. അങ്ങനെ ആയിരിക്കണം. വകാന ഹസ്സാൻ ബിൻ സിനാൻ റഹിമഹുല്ലാഹു തആല മഹാനവറുകൾ യത്ലുബു തേടുമായിരുന്നു മിൻ അഅ്വാനിൽ വുലാത്തി അധികാരി വർഗത്തിന്റെ സഹായികളിൽ നിന്ന് മഹാൻ തേടുമായിരുന്നു. അയ്യദുഉ ലഹു ഈ സഹായികൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണം, നിങ്ങളൊക്കെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് അധികാരികളുടെ സഹായിയുടെ ഭാഗത്തുനിന്ന് തേടുമായിരുന്നു. വക്കീല ലഹു ബിദാലിക അങ്ങനെ തേടുന്ന കാര്യത്തിൽ ഹസ്സാൻ ബിൻ സിനാൻ എന്നവരോട് ചോദിക്കപ്പെടുകയുണ്ടായി, എന്തിനാ നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രാർത്ഥന തേടി നടക്കൂ, നിങ്ങൾ എത്ര മഹാനാണ് എന്നുള്ളതാണ്. ഫഖാല അപ്പോൾ മഹാൻ പറഞ്ഞു, ലഅല്ല ബി അഹദിഹിം അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാളിൽ ഹസ്ലത്തൻ ഒരു കാര്യം ഉണ്ടായേക്കാം, യുഹിബ്ബുഹല്ലാഹു തആല ആ കാര്യത്തെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടാവാനാം. വലഅല്ല ബിയ എന്നിലുണ്ടായേക്കാം ഹസ്ലത്തൻ യുബിഉലുഹ അല്ലെങ്കിൽ യബുഉലുഹ അല്ലാഹു തആല പടച്ച റബ്ബ് ആ ഒരു കാര്യത്തെ ദേഷ്യപ്പെടും. അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുന്നൊരു കാര്യം എന്നിലുണ്ടായേക്കാം, അവരൊരു നന്മയുണ്ടായേക്കാം. അതുകൊണ്ട് ഞാനാണല്ലോ അവരോട് പാപം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തേടാൻ നല്ലത് എന്ന് വിനയത്തോടുകൂടി താഴ്മയോടുകൂടിയാണ് ഹസ്സാൻ എന്നവർ അക്കാര്യം പറഞ്ഞത്. അപ്പൊ ആരാരും ഉയർന്നു നിൽക്കാൻ കഴിയുകയില്ല, അള്ളാഹ് ഉയർത്തുന്നു, അത് വേറെ വിഷയം. നമ്മുടെ മനസ്സിന്റെ അകത്ത് നാം ഉയർന്നവരാ ചിന്ത വരാൻ പാടില്ല എന്നാ പറഞ്ഞത്. പിന്നെ വല അല്ലി അറാ നഫ്സി ഖൈറൻ മിൻഹു അങ്ങനെ ഞാൻ ആയേക്കാമെന്ന് എന്റെ നഫ്സിനെ അവനേക്കാൾ ഗുണമായതായിട്ട് ഞാൻ കണ്ടേക്കാം. അങ്ങനെ വരും. അവയക്കൂനു ഖൈറൻ മിന്നി അങ്ങനെ വരുമ്പോൾ അവൻ എന്നേക്കാൾ ഗുണമുള്ളവനായി മാറൂലേ? അപ്പൊ അത് വേണ്ട, അവൻ എന്നേക്കാൾ ഗുണമുള്ളവനായിക്കോട്ടെ, എനിക്ക് വിഷയമല്ല, ഞാൻ അത്ര മുന്തിയൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് നന്മ കിട്ടണം, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന അവിടെ തേടുന്നു, നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു. വലമ്മാമരില്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ രോഗിയായപ്പോൾ അശാറു അലൈഹി ബിദ്ദഫനി ബിൽ മക്കാനി റാബിഇ ഇൻദ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മരിക്കുകയാണ് എങ്കിൽ മുത്തുനബി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ നാലാമത്തൊരു സ്ഥാനം, മൂന്നാൾപ്പാട് നാലാമത്തെ നിങ്ങളാവണം, അപ്പൊ നാലാമത്തൊരു സ്ഥാനത്തിൽ അങ്ങേ മറമാടണം എന്നതുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് അവിടെ കൂടിയ തന്റെ സഹീർത്തകർ, തന്റെ സഹപാഠികൾ ചൂണ്ടിയത്. അങ്ങനെ സൂചന നൽകിയപ്പോൾ കാല ഇത് ഉദ്ധരിക്കുന്ന മഹാൻ പറയുന്നു, ഫർതാദ മിൻ കലാമിഹിം അവരുടെ സംസാരം കേട്ടുകൊണ്ട് മഹാൻ വിറകൊണ്ടുപോയി, തരിച്ചുപോയി. എന്നിട്ട് കാല ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യുഅദ്ദിബില്ലാഹ് തആല ബിന്നാരി നരകത്തിലിട്ട് അള്ളാഹു എന്നെ ശിക്ഷിക്കലാണ് അഹബ്ബു ഇലയ്യ എന്നെ കൊണ്ട് ഏറ്റവും ഇഷ്ടമായത്. എന്തിനേക്കാൾ അയ്യാലമില്ലാഹു തആല മിൻ ഖൽബി എന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു തആല അറിയുന്നതിനേക്കാൾ. എന്തറിയുക? അന്നനി അറാ നഫ്സി അഹ്ലൻ ലിദാലിക നിങ്ങൾ പറഞ്ഞതുപോലെ നാലാമത്തൊരു ഖബറാളിയായി റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ആവണം. അങ്ങനെ എന്റെ മനസ്സിൽ ഞാൻ അതിന് അർഹനാണ് എന്നൊരു തോന്നൽ വന്നാൽ അതിന്റെ റബ്ബ് അറിയും. അതറിയുന്നതിനേക്കാളും നല്ലത് പടച്ചവൻ എന്നെ തീയിലിട്ട് ശിക്ഷിക്കലാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത്. അതിന്റെ അടുത്ത് പോയി ഇരിക്കാനെന്ന് മാത്രം ഞാനില്ല, ഞാൻ അത്രത്തോളം ഉയർന്നിട്ടില്ല എന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട്. അപ്പൊ എത്ര ഉയർന്ന മഹാനാണെങ്കിലും, ലോകത്ത് പ്രശംസിക്കപ്പെടുന്ന മഹാനാണെങ്കിലും, 5ാം ഖലീഫയായി സ്ഥാന ലിസ്റ്റില് എണ്ണീറ്റുണ്ടെങ്കിലും മഹാനവറുകൾ അവിടേക്കൊന്നും നോക്കിയിട്ട് അതൊക്കെ അള്ളാഹ് നൽകുന്ന സ്ഥാനമാണ്. അവിടെയും മഹാനവറുകൾ മനസ്സിന്റെ അകത്ത് നിഷ്കളങ്കമായി ഞാനത്ര ഉയർന്നവനല്ല, ഞാനത്ര മുന്തിയവനല്ല എന്നൊരു ധാരണ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ വേണ്ടത് എന്നാണ്. മനസ്സിന്റെ അകത്തുണ്ടാവുന്ന ഉൾനടിനം എന്ന് പറയും. ഞാൻ എന്നൊരു അത്ഭുതകരമായി ഞാനാണ് വലിയവൻ, ഞാനാണ് ഇബാദത്തുള്ളവൻ, ഞാനാ നല്ലവൻ തോന്നുവല്ലോ. ഇങ്ങനെ ഉജ്ബിന്റെ യഥാർത്ഥം എന്ത്, അതിനെക്കുറിച്ച് ഇബ്നു സമ്മാക്കിനോട് ചോദിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ചോദിച്ചപ്പോ വക്കാല മൂപ്പര് പറഞ്ഞു, അമരിക്ക എന്ന നിന്റെ അമല് കൊണ്ട് ജനങ്ങളെക്കാൾ നീ നീണ്ടു വലിഞ്ഞ് ഉന്നതനാവുക. അപ്പൊ അവരെക്കാൾ കൂടുതൽ നീ അമല് കൊണ്ട് മുന്തി നിൽക്കുക എന്നതിനർത്ഥം. അങ്ങനെ വരുമ്പോ
കുല്ലമൻ റഅയ്തഹു മുഖസ്സിറൻ ഫിൽ അമൽ, നീ കാണുന്ന എല്ലാവരെയും അവർ ചെയ്യുന്ന കർമ്മത്തിൽ ന്യൂനത വരുത്തുന്നവനും വീഴ്ച വരുത്തുന്നവനും ചുരുക്കം വരുത്തുന്നവനായി നീ അവനെ കണക്കാക്കി നിസാരപ്പെടുത്തും. അതാണ് ഉജ്ബ്, അതാണ് യഥാർത്ഥ ഉജ്ബ് എന്നർത്ഥം. അപ്പൊ ജനങ്ങളെക്കായി എനിക്ക് കൂടുതൽ അമലുണ്ട്, ജനങ്ങൾ ചെയ്യുന്ന അമലൊക്കെ ഞാൻ ചെയ്യുന്ന അമലൊക്കെ എത്രയില്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലൊക്കെ വീഴ്ച പ്രവർത്തിക്കുന്നവരാണ് എന്ന് കാണുക. ഇങ്ങനെ കണ്ടാൽ തന്നെ ഉജ്ബ് വന്നു. ഇതാണ് യഥാർത്ഥ ഉജ്ബ് എന്ന് ഇബ്നു സമ്മാക്ക് മറുപടി കൊടുത്തു ചോദ്യകർത്താവിന്. വക്കാന സുഫിയാനി സൗരി റഹിമഹുല്ലാഹു തആല യുക്സിറുൽ ഇബാദത്ത, മഹാനവറുകൾ സുഫിയാൻ എന്നവര് നല്ലോണം ഇബാദത്ത് പെരുപ്പിക്കുന്ന ആളായിരുന്നു. വഖീല ലഹു യൗമൻ, ഒരു ദിവസം മഹാനോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഇന്നാ നറാക തുക്സിറു മിനൽ ഇബാദ, ഒരുപാട് കർമ്മങ്ങൾ ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന്. ഫഖാല, ഇങ്ങനെ ചോദ്യം ചെയ്തപ്പെട്ടപ്പോൾ സുഫിയാൻ എന്നവര് പറഞ്ഞു, ലാ യസ്തഗ്സിറു ഇബാദത്തുഹു ഫി ഐനിഹി, ഒരാൾ തന്റെ കണ്ണിൽ ഇബാദത്തിനെ അധികരിപ്പിച്ചതായി കാണുകയില്ല, ഇല്ലാ ജാഹിറുൻ ബില്ലാഹി തആല, പടച്ച റബ്ബിനെ കൊണ്ട് വിവരമില്ലാത്തവനല്ലാതെ മറ്റൊരാൾക്കും താൻ എത്ര അമല് ചെയ്താലും തന്റെ അമല് തന്റെ കാഴ്ചയിൽ അധികമായി കാണുകയില്ല. അപ്പൊ താൻ ചെയ്ത് അധികമായി പോയി ഒരുപാട് ഇബാദത്ത് ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊരു അധിക പെരുമ കാണുക ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹിനെ കുറിച്ച് വിവരമില്ലാത്തവർക്കേ ഉള്ളൂ. അപ്പൊ ദഖ്വയില്ലാത്തവർക്കാണ് അങ്ങനെ തോന്നുക. നോക്കൂ, മഹാനവർ പറയുന്നു, ഇന്നൽ മലായികത്ത അലൈഹിമുസ്സലാത്തു വസ്സലാം ലാ തഫ്തുറു അനിൽ ഇബാദത്തി തുർഫത്തൈൻ, ഒരു സെക്കൻഡ് പോലും മലായികത്ത് എന്ന് പറയുന്ന ആ പുണ്യവാളന്മാരെ പുണ്യ അടിമകൾ ഒരിക്കലും എന്താവുന്നില്ല, അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യലത്തോട് തളരുന്നില്ല. അവരെങ്ങനെ സൃഷ്ടിച്ചോ അന്നേ മുതലും അവർ ഇപ്പോഴും വിവാദത്തിലാണ്. കൊല്ലങ്ങൾ എത്രയായി. എന്നാൽ പോലും ഓരോ അന്നഹ ഇസ്തഗ്ദറത്ത് അഅമാലുഹ, അങ്ങനെ ആ മലായികത്ത് ഇസ്തഗ്ദറത്ത് അഅമാലഹ, ആ മലായികത്ത് അവർ ചെയ്ത കർമ്മങ്ങളെ അധികമായി കാണുകയാണ് എങ്കിൽ, ഇത്രയും കാലത്തായി ക്ഷീണിച്ചിട്ടേയില്ല എന്നിട്ട് അവർ കാണുകയാണെങ്കിൽ, പിന്നെ ആ മലായികത്തിനെ അല്ലാഹു തആലാന്റെ സമാവിയായ ഹളറത്തിൽ ഉയർന്ന സാന്നിധ്യത്തിൽ അല്ലാഹു തആലാക്കുകയില്ല. വഇന്നഹും മഅദാലിക, അതോടുകൂടി തന്നെ അവരൊക്കെ യഖൂലുന പറയുന്നു, സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദത്തിക എന്ന് പറയുന്നുണ്ട്. പടച്ചവരെ, ഞങ്ങൾ ഇബാദത്തിലാണ്, തളരുന്നില്ല, അങ്ങനത്തെ ഒരു പവിത്രത ഞങ്ങൾ തന്നിട്ടുണ്ട്. പടച്ചവരെ, എന്നിരുന്നാലും നിന്റെ പരിശുദ്ധത ഞങ്ങൾ വാഴ്ത്തുന്നു, സമ്മതിക്കുന്നു. നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട യഥാർത്ഥ രീതിയിൽ ഇബാദത്ത് ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല എന്ന് ആ മലായികത്ത് പരിശുദ്ധന്മാരാണ്, മഅസൂമികളാണ്. അവര് അങ്ങനെയായിട്ടും പറയുന്നുണ്ടെങ്കിൽ, ഒന്നിനും കൊള്ളാത്ത മണ്ണിന്ന് സൃഷ്ടിച്ച് 4 വായും വെള്ളവും തീയും കാറ്റൊക്കെ ഉൾക്കൊണ്ട മണ്ണൊക്കെ ഉൾക്കൊണ്ടതായിരിക്കുന്ന ഈ ജഡം അല്ലാഹു തആലാക്ക് എന്ത് ഇബാദത്ത് ചെയ്തു ആലോചിച്ചാ പോരെ. അപ്പോ എത്ര കാലം ജീവിച്ച് ഇബാദത്ത് ചെയ്താലും താൻ ചെയ്ത ഇബാദത്ത് അധികമാണെന്ന് കാണാൻ കഴിയുക യഥാർത്ഥ സത്യവിശ്വാസിക്ക്. വഖദ് സമിഅതു സയ്യിദി അലി അൽ ഖവാസ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ഞാൻ എന്റെ നേതാവായ അലിയുൽ ഖവാസ് തങ്ങളെ ഞാൻ കേട്ടു. യഖൂലു, മഹാൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ മഹാൻ പറയുന്നത്? ഇല്ലൻ ദഖഫ് അൻ യുഹ്ലികക അല്ലാഹു തആല ബിൻ നഖ്സില്ലദി ഫി അഅമാലിക സ്വാലിഹത്തി, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്രമങ്ങളിൽ എന്തെങ്കിലും ഒരു ന്യൂനത കൊണ്ട് അല്ലാഹു തആല നിന്നെ നശിപ്പിക്കും. ആ പേടി നിനക്കില്ല എങ്കിൽ, ഒന്നുകൂടി പറയട്ടെ, അൻ മആസിക, നീ ചെയ്തു കൂട്ടുന്നതായിരിക്കുന്ന തെറ്റുകുറ്റങ്ങളുണ്ട്, അതിനെ തൊട്ടൊക്കെ നിനക്ക് നിർഭയത്വമാണ് എങ്കിൽ അല്ലാഹു തആല നശിപ്പിക്കൂല, അല്ലെങ്കിൽ അല്ലാഹു തആല നശിപ്പിക്കും എന്നൊരു പേടി നിനക്കില്ല എങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുകയാണ്, ഹാലിക്കുൻ, അപ്പം നശിച്ചവനാണ്. ഏത് നിമിഷവും അള്ളാഹിനെ പേടിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഇതിന്റെ ധ്വനികൾ. വക്കാന യസീദ് ബിൻ ഹാറൂൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, യസീദ് ബിൻ ഹാറൂൻ തങ്ങൾ പറയുമായിരുന്നു, എന്ത്? നളർതു ഫീ ഖിയാമിൽ ലൈൽ, രാത്രി നിന്ന് നിസ്കരിക്കുക എന്നതിലേക്ക് ഞാനിങ്ങനെ നോക്കി ആലോചിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ആരാണ് ഈ രാത്രി നിന്ന് നിസ്കരിക്കുന്നത് നോക്കുകയാണ്, ആലോചിക്കല്ല, രാത്രി നിസ്കരിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ നോക്കി. ഫഇദൻ അൽ ഹാരിസു ഫഇദൻ അൽ ഹാരിസു യഹ്റുസുൽ ലൈലത കുല്ലഹ ബിദാനിഖൈനി,
2 ദാനിക്കിന് പകരമായി എല്ലാ രാത്രിയും കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനാണ് ആ നിസ്കരിക്കുന്നത്. അവയത്തുലുബു അഹദുക്കുമുൽ ജന്നത്ത, എന്നിട്ട് മഹാൻ പറയും, നിങ്ങളിന്ന് ആരെങ്കിലും സ്വർഗത്തെ തേടുന്നുണ്ടോ? എങ്ങനെ? ബിസഹിരിലയിലെത്തിയും വാഹിദത്തിൻ ഇബാദത്തിൻ, ഒരൊറ്റ രാത്രി ഇബാദത്ത് ചെയ്ത് ഉറക്കൊഴിച്ചുകൊണ്ട് സ്വർഗം നിന്ന് ആരെങ്കിലും തേടുന്നുണ്ടോ? അങ്ങനെ തേടുന്നു നോക്കിക്കൊള്ള അല്ലഹാ തുസാവി ദാനി ഖൈരി, എന്നാൽ ആ ഒരു രാത്രി നിങ്ങൾ ചെയ്തായിരിക്കുന്ന കർമ്മം ഒരിക്കലും നീ ഇവിടെ 2 ദാനിക്കിന് പകരം സമമായി വരികയില്ല. അങ്ങനെ നിങ്ങൾ ആരെയും തേടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് മഹാനവറുകൾ ഇങ്ങനെ പറയുന്നത്. ഓ റുബ്ബമ മൻ ബിഹാല റബ്ബി, ഓ റുബ്ബമ മന്ന ബിഹാല റബ്ബി, ചിലപ്പോൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്ത മനുഷ്യൻ ആ ഇബാദത്ത് കൊണ്ട് തന്റെ റബ്ബിന്റെ മേലിൽ ഗുണം എടുത്തു പറയും. പഠിച്ചവനെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, റബ്ബിന്റെ മേലിൽ ഗുണങ്ങൾ എടുത്ത് പറഞ്ഞേക്കാം. അതാണ് 2 ദാനിക്കായി സമമാവാത്ത വിധം നിങ്ങൾ ഇബാദത്ത് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ അള്ളാനെ പേടിച്ചു രാത്രി പാറാവുകാരൻ 2 ദാനിക്ക് ശമ്പളത്തിന് വാങ്ങുന്ന ആളാ, അയാൾ ഇവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, അസ്സലാമത്തു മിനൽ റിയാഇ വന്നിഫാഖി മിനൽ ഉലമാഇ വൽ ഖുറാ, അല്ലാഹു തആലാന്റെ വിശുദ്ധ കലാം പഠിച്ചതായിരിക്കുന്ന കാര്യങ്ങളും വിജ്ഞാനമെല്ലാം നേടി സമ്പാദിച്ചതായിരിക്കുന്ന പണ്ഡിതന്മാരും ഈ 2 വിഭാഗത്തിൽ കാപ്പട്യമുണ്ട്, ലോകമാന്യതയുണ്ട്. ഇത് 2നെ തൊട്ടും രക്ഷപ്പെടുക എന്നുള്ളത് അഅ്സു മിനൽ കിബിരിത്തിൽ അഹ്മർ, വളരെ കിട്ടാക്കനിയായി നിൽക്കുന്ന ഒന്നാണ് ചുമന്ന ഗന്ധകം. ആ ചുമന്ന ഗന്ധകത്തിനേക്കാൾ ഏറ്റവും വീര്യം കൂടിയതാണ്, യോഗ്യമായതാണ് ഈ 2 വിഭാഗത്തു നിന്ന് കാപ്പഠ്യവും അതുപോലെ തന്നെ റിയാനെ തൊട്ടും രക്ഷപ്പെടുക എന്നുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ പണ്ഡിത വിഭാഗത്തിൽപ്പെട്ടവരോ ഖുർആനിൽപ്പെട്ടതായിരിക്കുന്ന ഒരാളും ജനസംസാരം കേൾക്കുവാൻ സാധ്യമാവുകയില്ല. അവർ സംസാരിക്കുന്നത് എന്താവൂല, കേൾക്കാൻ അവർക്ക് കഴിയൂല. അങ്ങനെ ജനങ്ങളെ വാക്കിന്റെ മേൽ ഇവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. എന്താ ജനങ്ങൾ പറയുന്നത്? ഇന്നാരിന്നവനെ ഇത്ര അറിവുള്ളവനാക്കിയ വസ്തു എന്താണ്? മഹാ അത്ഭുതത്തോടുകൂടെ ജനങ്ങൾ പറയുന്നു. ഇന്നാരിന്നവനെ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവന്റെ ശബ്ദത്തെ ഇത്ര അഴകാക്കിയ വസ്തു എന്തെന്നാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ മൊഴിയുന്ന വാക്കുകൾ. ഇതവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. എങ്ങനെയല്ലാതെ ജനങ്ങൾ ഇത്ര കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇവന്മാർ, ഈ പറയുന്ന ഖുർആനികളും ഉലമാക്കളും ഇവരുടെ അടുക്കൽ എന്ത് വരുന്നു? ഒരു ഉൾനടിനം കരസ്ഥമായിട്ടല്ലാതെ ഇല്ല. അപ്പൊ അത് കേൾക്കുമ്പോൾ അവർക്ക് ഉൾനടിനം വരികയാണ്. വൈകാലു ലൈസഹു ബി ആലിമിൻ, നേരെ മറിച്ച് ജനങ്ങൾ പറയുകയാണെങ്കിൽ ലൈസഹു ബി ആലിമിൻ, ഇവൻ പണ്ഡിതനല്ല എന്ന് പറഞ്ഞാൽ, വല ഹസന സൗത്ത്, ശബ്ദം മെച്ചമല്ല അല്ലെങ്കിൽ പണ്ഡിതനല്ല എന്നെങ്ങാനും ജനങ്ങൾ പറയുകയാണെങ്കിൽ വല ഹസനി സൗത്ത്, ശബ്ദം മെച്ചമായവനല്ല എന്നൊക്കെ ജനങ്ങൾ പറയുകയാണെങ്കിൽ ഷക്കാരെ ആ ഒരു വാക്ക് അവന്റെ മേൽ പ്രയാസം തിട്ടേക്കും. ഇതൊക്കെ നമ്മക്കുണ്ടല്ലോ. നമ്മളൊക്കെ മൂലയന്മാരാന്ന് പറഞ്ഞ് വരുന്നുണ്ട്, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, വാദം പറയൊക്കെ ഉണ്ട്. ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു തിരക്കടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് എന്ത് സന്തോഷം ഉണ്ടാവും അതിങ്ങനെ കേട്ടപ്പോ. നേരെ മറിച്ച് ജനങ്ങൾ പറയണം അയാളൊന്നിന് കൊള്ളൂല, എന്ത് വിവരം ഉണ്ടായേക്കും, ഒരു വിവരം ആക്കില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഒത്തു കേട്ടാൽ എല്ലാവരും ബീച്ച് പായും, ഒരു രാഗം ഒരു ശബ്ദം മെച്ചൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ പ്രകൃതി എന്താണ്? അതിന് വെറുപ്പാണ്. ഓനെ പറ്റി അങ്ങനെ പറഞ്ഞലച്ച് വിവരല്ലേ, നല്ലൊരു ഇടത്തിലല്ലേറും എന്നൊരു മനസ്സിൽ കയറി തോന്നിക്കൊണ്ടിരിക്കും. ഇത് പ്രയാസമാണ്. അതുകൊണ്ടാണ് ദിയാ നഫാഖ് പണ്ഡിതന്മാരെന്നും ഓത്തുകാരെന്നും അത് രക്ഷപ്പെട്ടു പോകാതെ വലിയൊരു വീര്യമായതാണെന്ന് പ്രയാസമാണെന്ന് പറയാൻ കാരണം, അതിനാൽ മനപ്രയാസമായി മരിക്കാൻ വരെ ഈ പറഞ്ഞ കേട്ട ആൾ അടുക്കയാകും. ഓദാലിക്ക, ഇങ്ങനെയുള്ള സംഭവം മിൻ അക്ബരി അലാമാത്തിർ റിയാ, ഇതാണ് ലോകമാന്യത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അടയാളം ഇത് തന്നെയാവുന്നു. എന്നിട്ടോ സുമ്മ യസ്റുബി തഹ്സീനി ആലിഹി റിയാഉം അത്തൻ, ഇനി അവന്റെ അവസ്ഥ നന്നാക്കുന്ന കാര്യത്തിൽ പിന്നീട് അവൻ പ്രവേശിക്കുകയും അത് മെച്ചമാക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് ഇന്റെ ഓത്ത് ശരിയായിട്ട് അവൻ നല്ലോണം നന്നാക്കി ഓതാനും
അത് ലോകമാന്യനായിട്ടും പ്രചാരമായിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് മനുഷ്യന്റെ നിലപാട്. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ നമ്മളെ ഇബാദത്തിന്റെ കാര്യം എന്താണ് എന്ന്. റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫضل കൊണ്ടൊക്കെ സ്വീകരിച്ച് നമ്മൾ ആദരിക്കട്ടെ. അല്ല നമുക്കൊന്നും പറയാനില്ല. മഹാൻ പറയുന്നു, ഏതൊരാളും വിചാരിച്ചു പോവുകയാണ് അവൻ ഗുണം ചെയ്യുന്നവനാണ്, നല്ലവനാണ്, ആത്മാർത്ഥതയുള്ളവനാണ് എന്നാരെങ്കിലും ധാരണ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ദുഷിച്ച കർമ്മങ്ങളുണ്ടോ അതൊക്കെ അവൻ അഴകാക്കപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരം അഴകാക്കപ്പെട്ട കൂട്ടത്തിൽ പെട്ടവനാണ് ഇവൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. മല്ലം യദുന്ന അന്നഹു ഹാലിക്കും ഹാലിക്കുൻ, ഇവൻ ഒരിക്കലും നാശമാവുകയില്ല, അള്ളാഹു എന്നെ ശിക്ഷിക്കുകയില്ല, സ്വർഗത്തിലേക്കിടും. ഇങ്ങനെ നശിപ്പിച്ചു കളയും അള്ളാഹു തആല അവരെ എന്നൊരു ധാരണയില്ലാത്ത മനുഷ്യനാണെങ്കിൽ, അവർ ധാരണ വേണമല്ലോ, അതില്ലാത്തവനാണെങ്കിൽ അവൻ എന്തായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മഹാന്മാര് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാ. വഖദ് ഖാല റജുൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹു തആല, ഒരിക്കൽ ഒരാള് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളോട് പറയുകയുണ്ടായി, യഖൂലു, അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയുന്നു, ഇദാ റഅയ്തൽ അബ്ദ ലുജൂജൻ മുമാരിയൻ അൽ അമൽ മുഅജിബൻ ബിനഫ്സി, ഒരടിമയെ താങ്കൾ കാണുകയാണെങ്കിൽ, എന്തായിട്ട് ലുജൂജൻ ശണ്ട കൂടുന്നവനായി കാണുകയാണെങ്കിൽ, മുമാരിയൻ അൽ അമൽ മുഅജിബൻ, അമലിനെ എന്താക്കുന്നറിയാമോ, തർക്കിക്കുന്നവനായിട്ടും, മുഅജിബൻ നഫ്സി സ്വന്തം നഫ്സ് കൊണ്ട് അവൻ ഉജ്ബുള്ളവനായിട്ടും കാണുകയാണെങ്കിൽ, ഫഅലം ആ കണ്ടവനായി നീ അറിയുക, അന്നഹു ഖദ് ഇസ്തക്മല ഖസാറ, നിശ്ചയമായിട്ടും നഷ്ടത്തെയാണ് അവൻ പരിപൂർണമായി തേടിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ നഷ്ടത്തെ അവൻ പരിപൂർണമാക്കി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പോൾ ഉൾനാട്ടിനെ പഠിച്ചു പോയാൽ ഇതൊക്കെ അപകടമാണ്. അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, എന്ത് മഹാനായിരുന്നു, യഖൂലുക എന്നല്ല, യഖൂലു മഹാൻ പറയുന്നു, മൻ അഅജബ ബി അമലിഹി, വല്ലവരുത്തരും തന്റെ അമല് കൊണ്ട് അവൻ ഉജ്ബിലായാൽ, വഹുവ ഖദരിയുൻ, അവൻ ഖദറിന്റെ പോലെ ഖദർ നിഷേധിയായിരിക്കും എന്നാ. കാരണം എന്താ, ലിഅന്നഹു ലൗ റഅൽ അമല ഖൽഖലില്ലാഹി തആല, അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ കാണുകയാണെങ്കിൽ, ലം യുഅജിബ് ബിഹി, ആ ഒരു അമല് കൊണ്ട് അവൻ ഒരിക്കലും എന്താവൂല, അഹങ്കരിക്കുവോ, ഉൾനടനമുണ്ടാകോ, ഉണ്ടാകൂല. അപ്പൊ അള്ളാഹു തആലാക്ക് അള്ള സൃഷ്ടിച്ചതാണ് ഈ അവനൊന്ന് കാണണം, കണ്ടില്ലെങ്കിൽ വരും. ഒൽത്തു, ഞാൻ പറയുന്നത് ഷഹറാനി മാൻ പറയാ, വദാലിക, അത് ഫിൽ ഇൽമിൽ ഹുസ്ൻ, നല്ലതായിരിക്കുന്ന ഇൽമിലാണ് ഇപ്പൊ ഈ പറഞ്ഞ വിഷയമൊക്കെ നടക്കുന്നത്. അമ്മലിൽ മുസയ്യു, അപ്പോൾ മോശമായ വിജ്ഞാനം, വലാ യജൂസു ലഹു, അതിന് ജായിസല്ല, തഅസിയത്തു നഫ്സി അൻഹു, ആ മോശമായ ഇൽമിനെ തൊട്ട് അവന്റെ നഫ്സ് സമാധാനിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം അനുവദനീയമല്ല. ബൽബിന്റെയോ അൽ വാജിബു അലഹി, ഇത്തരം മോശമായ ഇൽമുള്ളവന്റെ നിർബന്ധം, അയ്യത്തുവെന്നു, ആ മോശമായ ഇൽമിനെ തൊട്ട് അവൻ പശ്ചാത്തപിക്കണം, അത് അത്യാവശ്യം നിർബന്ധമാണ്. വയന്തിമ, അവൻ ഖേദിക്കുകയും വേണം. വയസ്തഗ്ഫിറു, അള്ളാഹുവിനോട് പൊറുക്കല്ല് തേടുകയും വേണം. ഇതാണ് അവൻ ചെയ്യേണ്ടത്. അല്ലാഹു അഅലം. തീർന്നിട്ടില്ല, ഇനിയും തുടരും.